ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാ നമുക്കും സുഖം തന്നെ. ഇപ്പം ഞാൻ കുറേ ദിവസമായി 8-9 ദിവസമായി വീഡിയോ അപ്ലോഡ് ആക്കിയിട്ട്. അതുകൊണ്ട് തന്നെയില്ലേ നമ്മൾ ആരെല്ലാം കുറേ ദിവസം കാണാണ്ട് കാണുന്ന പോലത്തെ ഫീലിംഗ് ഞങ്ങൾക്ക് വ്ളോഗ് അപ്ലോഡ് ആക്കുമ്പോൾ. അപ്പോൾ ഇല്ലേ എന്തായാലും ഞാൻ എൻ്റെ വിശേഷങ്ങളെല്ലാം ഈ ലാസ്റ്റ് കുറച്ച് ദിവസത്തെ വിശേഷങ്ങളെല്ലാം ഞാൻ ഷെയർ ആക്കാം. ഇന്നിപ്പോൾ ഇല്ലേ ഇത് 1-2 ദിവസത്തെ വീഡിയോ ആണ്. ഇന്നിപ്പോൾ നമ്മൾ കേർട്ടൻ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾ വന്നിട്ടുണ്ട്. നമ്മൾ പഴയ കേർട്ടൻസിലെ ഇവിടുത്തെ വിൻഡോസിന് സെറ്റ് ആവുന്നില്ല. നമ്മൾ ഡ്രൈ ക്ലീൻ ചെയ്തിട്ട് ഇവിടെ ഹൈറ്റ് കൂടുതലുണ്ട്, അന്നേരം പിന്നെ കുറച്ച് വലുത് വേണം. അപ്പോൾ ലിവിങ് റൂമിൽ മാത്രം നമ്മൾ കളർ ചേഞ്ച് ആക്കി, പിന്നെ ബെഡ്റൂമിലെയും പിന്നെ മറ്റേ റൂമിലെല്ലാം ആദ്യത്തെ കേർട്ടൻ തന്നെ ഓൾട്ടർ ചെയ്ത് അങ്ങനെയാണ് നമ്മൾ സെറ്റാക്കിയിട്ട്, അല്ലാണ്ട് ആദ്യത്തെ കളയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ലിവിങ് റൂമിൽ ഒരു കളർ കേർട്ടൻ സെലക്ട് ചെയ്തിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. പിന്നെ നമ്മൾക്കിങ്ങനെ വാൾ ഡെക്കോറെല്ലാം ഫിറ്റാക്കാനുണ്ടേനു. ഇതെല്ലാം പിന്നെ ലാസ്റ്റുള്ള പരിപാടിയില്ല, ക്ലീനിങ് എല്ലാം ചെയ്തിട്ടല്ലേ ഇതേടെ ഫിക്സ് ആക്കണം എന്നെല്ലാം നമുക്ക് നോക്കാനും പറ്റും. അപ്പോൾ ഇതിപ്പോൾ എനിക്ക് ഖുർആൻ വെക്കാൻ വേണ്ടിയിട്ട് ഇക്കാനോട് വേഗം ഒന്ന് ഫിറ്റ് ചെയ്ത് തരാൻ വേണ്ടി പറഞ്ഞേനെ. അതുകൊണ്ട് ആദ്യം ഇതാ ഫിറ്റ് ചെയ്ത്, നമ്മൾ വേറൊന്നും സെറ്റാക്കിയിട്ടില്ലേനു. പിന്നെ അങ്ങനെ കുറേ ഫ്രെയിം ഉണ്ടേനു, ഫോട്ടോ ഫ്രെയിം ഉണ്ടേനു. ഇത് നമ്മൾ എൻട്രൻസ് തന്നെയാണ് ഈ റൂമിൻ്റെ. അപ്പോൾ നമ്മൾ വിചാരിച്ച എൻട്രൻസിൽ സെറ്റാക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഫ്രെയിംസ് എല്ലാം ആടെ സെറ്റ് ചെയ്ത്, പിന്നെ നമ്മളെ പഴയ സോഫയില്ലേ അത് നമ്മൾ ഇങ്ങോട്ടേക്ക് എടുത്തിട്ടില്ല, കൊടുത്തിട്ട് നമ്മൾ പുതിയ വാങ്ങാമെന്ന് വിചാരിച്ചിട്ടോ. ഒന്നാമത് അത്ര വലിയത് നമുക്കിവിടെ ആവശ്യമില്ല, അത്രയും ലിവിങ് റൂം വലുതല്ല. ഇതിൽ ഞാൻ ഈ കളർ ചാർട്ടിൽ ഞാൻ ഫസ്റ്റ് വണ്ണാണ് സെലക്ട് ചെയ്ത്. ഇത് ഈ ഒരു ഐവറി കളറ്, കാര്യം പെട്ടെന്ന് കച്ചറയാവും എന്നാലും എനിക്കത് ക്ലീൻ ആക്കാൻ പറ്റും എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതാ സെലക്ട് ചെയ്തത്. ഒന്നാമത് ഇവിടെ അത്രയും ലിവിങ് റൂം വണ്ണോ ഇല്ല, പിന്നെ നമുക്ക് മോഡലൊന്ന് ചേഞ്ച് ആക്കണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് പുതിയത് നമ്മൾ ഇനിയിപ്പോൾ ഉണ്ടാക്കാൻ കൊടുക്കാണ്ട ചെയ്യുന്നത്. പിന്നെ എനിക്കിതാ കുറച്ച് ഇതുപോലെ ട്രോളി ബാഗിലുള്ള ഐറ്റംസും കൂടി എടുത്ത് വെക്കാനുണ്ടായിരുന്നു. ഇത് വേറൊരു ദിവസമാണ് കേട്ടോ, എല്ലാം കൂടി ഒരു ദിവസത്തെ വീഡിയോ അല്ല ഇത്. അപ്പോൾ ഇതെല്ലാം ഫുൾ എനിക്ക് റിവ്യൂ ചെയ്യാൻ വന്നിട്ടുള്ള പ്രോഡക്റ്റ്സ് ഉണ്ട്. ഇത് ഞാൻ കളയാണ്ട് വെക്കാൻ, ഇത് യൂസ് ചെയ്യുന്ന ആൾക്കെല്ലാം എനിക്ക് കൊടുക്കുക. ഇത് നല്ല നല്ല ബ്രാൻഡ്സിൻ്റെ നല്ല നല്ല സാധനങ്ങളാണ്. ഞാൻ ബ്രാൻഡഡ് പ്രൊമോഷൻസ് മാത്രമേ ചെയ്യലുള്ളൂ കേട്ടോ, കണ്ടെല്ലാം ഞാൻ എടുത്തിട്ട് പ്രൊമോട്ട് ചെയ്യലില്ല. നമുക്ക് വിശ്വാസമുള്ള യൂസ് ചെയ്ത് നോക്കിയിട്ട് നല്ലതാണെന്ന് തോന്നിയത് മാത്രം. അപ്പോൾ ഇല്ലേ ഇതൊന്നും അവർ പറയും കീപ്പ് ചെയ്യാൻ പറയും, അതാണ് ഞാൻ വേറെ ആർക്കും കൊടുക്കാത്ത. ഇന്നും ഇപ്പോൾ പെൻസിലോ പേപ്പറോ ഒന്നും ഇല്ലാണ്ടിരിക്കുന്ന കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും കുറച്ചാൾക്കെങ്കിലും ഇന്നും ബാൻസുവിൻ്റെ ക്ലാസ്സിലാണ്. ഈ വെക്കേഷനിൽ കുട്ടികളെ പ്രൊഡക്റ്റീവായിട്ട് വെക്കുകയും വേണം, എന്നാൽ അവരെ ബോറടിപ്പിക്കാണ്ടും വെക്കണം. മാത്സ് എന്ന് പറയുമ്പോൾ അവർക്ക് ഭയങ്കര ടെൻഷനുള്ള സബ്ജക്റ്റ് അല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ട്യൂഷൻ എന്ന് പറയുമ്പോൾ അവർക്ക് ടെൻഷനായിരിക്കും. പക്ഷേ അങ്ങനെയൊന്നും ഇല്ലാണ്ട്, പ്രഷറൊന്നും ഇല്ലാണ്ട് കൂളായിട്ട് അവർക്ക് മാത്സിൻ്റെ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുക. ബാൻസുയിലെ ഇന്ത്യയിൽ തന്നെ ഫാസ്റ്റസ്റ്റ് ഹ്യൂമൻ കാൽക്കുലേറ്ററായ നീൽഖണ്ഡ ബാനു ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു യുണീക്ക് മാത്സ് കോഴ്സാണ്. നീൽഖണ്ഡ ബാനു 50-ലധികം വേൾഡ് റെക്കോർഡ്സ് ബ്രേക്ക് ചെയ്യാൻ യൂസ് ചെയ്തിട്ടുള്ള ടെക്നിക്സും സീക്രറ്റ്സുമാണ് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. ഇതുവഴി ഇവർക്കില്ലേ കാൽക്കുലേറ്ററിനേക്കാളും ഫാസ്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിക്കുന്നതാണ് പറയുന്നത്. പെൻസിൽ പേപ്പർ ഒന്നും ഇല്ലാണ്ട് അവരെ മെൻ്റലി കൂളായിട്ട് ഫണ്ണായിട്ട് ക്ലാസ് എടുത്ത് കൊടുക്കും. പിന്നെ ഈ സമ്മറിൽ അവരൊരു ഫ്രീ ക്ലാസ് ഓഫർ ചെയ്യുന്നുണ്ട് 5-നും 15-നും ഇടയിൽ വയസ്സുള്ള കുട്ടികൾക്ക്, മീൻസ് UKG to 9ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഒരു ഫ്രീ ക്ലാസ് ഉണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾ കോഴ്സസ് ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഈസ്റ്റർ ഓഫർ ഇപ്പം അവൈലബിൾ ആണ് കേട്ടോ. വെരി സ്പെഷ്യൽ ഓഫേഴ്സ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ എന്തായാലും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. മാത്സിൽ ഇൻട്രസ്റ്റ് ഇല്ല, കുട്ടികൾ ബാക്കൗട്ടാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, എന്തായാലും കുട്ടികൾക്ക് ഇഷ്ടമാവും കേട്ടോ. ഞാൻ ആ ഐറ്റംസ് എല്ലാം നേരത്തെ കാണിച്ച പ്രോഡക്റ്റ്സ് എല്ലാം ഞാൻ ഈ വാനിറ്റിയിലാട്ട വെക്കൽ. പിന്നെ ഇതിൽ എക്സ്ട്രാ വരുന്ന ടിഷ്യൂ എല്ലാം ഇല്ലേ അതെല്ലാം ഇല വെക്കൽ. നമ്മളിപ്പോൾ ഇങ്ങനത്തെ ടിഷ്യൂ ആണ് വാങ്ങൽ, ഇതാ കുറച്ചും കൂടി ലാഭമായിട്ട് നമുക്ക് തോന്നൽ. ടിഷ്യൂ ബോക്സ് സെപ്പറേറ്റ് ഉണ്ടല്ലോ അങ്ങനെ. പിന്നെ അപ്പോൾ ഇതാണ് ഇവിടുത്തെ ലിവിങ് റൂമിലെ കേർട്ടൻ. ഈ കളറ് നല്ലയില്ലേ കാണാൻ. പിന്നെ വേറെന്താ, ഞാൻ ഈ ഒരു കോർണറിൽ ഇൻസ്റ്റഗ്രാമിലോട്ടുള്ള വീഡിയോ എല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് ട്രെൻഡുകൾ റിവ്യൂ എല്ലാം ചെയ്യില്ലേ, അതിനെല്ലാം വേണ്ടിയിട്ട് ഈ മിററും പിന്നെ ഇപ്പുറത്തുള്ള നമ്മളടുത്ത് ആദ്യമേ ഉള്ള മിററിന് അതെനിക്ക് ബാക്ക് ക്യാമറ യൂസ് ചെയ്യുന്നതുകൊണ്ട് ക്യാമറ എനിക്ക് കാണാൻ വേണ്ടിയിട്ട് ബാക്കിൽ ട്രൈപോഡ് വെക്കുന്നുണ്ട്, ബാക്കിൽ വന്ന് ഞാൻ മറ്റേ മിറർ വെക്കൽ അതെനിക്ക് ആവശ്യമായിട്ട് തോന്നലുണ്ട് കേട്ടോ. 2 മിറർ എനിക്ക് വേണം. പിന്നെ ആണെങ്കിൽ ഇങ്ങനത്തെ ആർട്ടിഫിഷ്യൽ പ്ലാന്റിൻ്റെ മേലെയില്ലേ
ഫുള്ള് പൊടിയേനു. ഇത് പൊടിയില്ലാത്ത സ്ഥലം ഇല്ലേനു. നമ്മളിങ്ങോട്ട് വരുന്നതിന് മുന്നേ ക്ലീൻ ആക്കിപ്പിച്ചിനേനു. പക്ഷേങ്കിൽ എല്ലാം കൂടി നമ്മൾ സാധനമെല്ലാം ഇവിടെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ലോകത്തില്ലാത്ത പൊടിയില്ല, അത്രയ്ക്കും പൊടി ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും ക്ലീൻ ആക്കിയാലും പിന്നെയും ഞാൻ പറഞ്ഞിട്ടില്ല, ഓരോ സാധനങ്ങൾ ഫിറ്റാക്കുമ്പോൾ എല്ലാം പൊടി ഒടിക്കും. ഇതന്നെയാണ് എൻ്റെ പണി. കുറച്ച് ദിവസം എന്നല്ല, അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് എക്സാം ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ MTTC ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടില്ലേനാ. അപ്പോൾ അതിൻ്റെ phase 2 എക്സാം ഉണ്ടായിരുന്നു. ലാസ്റ്റ് എക്സാമാണ്, ഫൈനൽ എക്സാമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച അതിന് നല്ലോണം പ്രിപ്പയർ ചെയ്തിട്ടില്ലെങ്കിൽ ഇത്രയും കാലം പഠിച്ചത് വെറുതെ ആവില്ലേ. പക്ഷേ ഞങ്ങൾക്ക് ഈ റൂം മാറുന്നതിൻ്റെ ഇടയ്ക്ക് അതും കൂടി ആയിട്ട് വെക്കുമ്പോൾ ഇല്ലേ, ഞാൻ 2-3 ദിവസം അതിനായിട്ട് തന്നെ മാറ്റി വെക്കേണ്ടി വന്ന്. അന്നേരം പിന്നെ എൻ്റെ ഒരുക്കി വെക്കലെല്ലാം അവിടെ പെൻഡിങ് ആയി. മൊത്തത്തിൽ എനിക്ക് എന്തെല്ലോ പോലേനു. എന്നിട്ട് എക്സാം അൽഹംദുലില്ലാ നല്ലപോലെ അറ്റൻഡ് ചെയ്ത് പാസ്സായി. പക്ഷെങ്കിലില്ലേ, ഈ എക്സാമും എൻ്റെ ഈ റൂം ചേഞ്ച് ആവലും എല്ലാം കൂടിയായിട്ട് എനിക്ക് ആകെ എന്തെല്ലോ ഒരു ഡിപ്രഷൻ പോലെ ആയിപ്പോയി. എന്നിട്ട് പിന്നെ ഞാൻ 2 ദിവസം ഒന്നും ചെയ്യാണ്ടിരുന്നു. അതെല്ലാം കൊണ്ടാണ് വീഡിയോ ഇങ്ങനെ ലേറ്റ് ആയേട്ടാ. പിന്നെ നമ്മളങ്ങനെ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട് ചെയ്യുന്നതിനേക്കാളും ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ഭയങ്കര റിലാക്സ് ചെയ്ത് ഭയങ്കര എൻജോയ് ചെയ്ത് ചെയ്യുന്നതാണ്. അങ്ങനെ ചെയ്തിട്ടില്ലേ പിന്നെ എനിക്ക് അതിൽ വലിയ അർത്ഥം തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ച പ്രശ്നമില്ല, കുറച്ച് ദിവസം ഡിലേ ആയാലും കുഴപ്പമില്ല, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ ഒരു 8-9 ദിവസം അങ്ങനെ ഗ്യാപ്പായിപ്പോയി. കാര്യം നമ്മളെ കെയർ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ആരും നമ്മളെ കെയർ ചെയ്യുക. അപ്പോൾ റെസ്റ്റ് എന്തായാലും ആവശ്യമാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് പിന്നെ ഞാൻ കാര്യമായിട്ടൊന്നും ചെയ്യാണ്ട് റൂമെല്ലാം ഒരുങ്ങിക്കഴിഞ്ഞതിന് ശേഷം 1-2 ദിവസം അങ്ങനെ റിലാക്സ് ചെയ്ത്. അപ്പോൾ അതാണ് സംഭവം. പിന്നെന്താ അങ്ങനെ. അപ്പോൾ ഇല്ലേ, പിന്നെ ഇല്ലേ, എനിക്ക് കുറേ പേര് മെസ്സേജ് അയക്കലുണ്ട്, നിങ്ങളെങ്ങനെയാണ് എല്ലാം കൂടി ടൈം മാനേജ് ചെയ്യൽ. ഞാൻ എപ്പോഴും പറയുന്നതാണ്, എന്നാലും എന്നോട് ഇപ്പം ചോദിക്കലുണ്ട്, പഠിക്കലും യൂട്യൂബും കുട്ടികളെ നോക്കലും വീടൊരുക്കലും എല്ലാം കൂടി എങ്ങനെ മാനേജ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടി അതിന് നല്ലോണം കഷ്ടപ്പെടണം. പക്ഷെങ്കിൽ അതിന് ഈസി വേയോ അല്ലെങ്കിൽ ഈസി ടിപ്സോ ഒന്നുമില്ല. എന്നാലും ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഷെയർ ആക്കി തരാം കേട്ടോ. ഞാനും ഭയങ്കര പെർഫെക്റ്റ് ഒന്നും അല്ല, എനിക്കും ചില സമയത്ത് ഒന്നും കഴിയൂല എന്ന് തോന്നലുണ്ട്. എന്നാലും എങ്ങനെയാണ് ചെയ്യാനുള്ള നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവാന്നുള്ളത് ഞാൻ ഷെയർ ആക്കാം കേട്ടോ ഇൻഷാ അല്ലാഹ് ഒരു വ്ളോഗിൽ. പിന്നെ ഇല്ലേ, ഇതാണ് ഇപ്പം നമ്മളെ ലിവിങ് റൂമിൻ്റെ അവസ്ഥ കേട്ടോ. എന്താ പറയുക, എല്ലാം ക്ലീനാക്കി കഴിഞ്ഞ് പക്ഷെങ്കിൽ ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല. ഈ വാനിറ്റി ഇവിടെ വെക്കേണ്ടതല്ല, ഈ വാനിറ്റി എടുത്തിട്ട് നമുക്ക് സെൻട്രലിലോട്ട് മാറ്റണം. പിന്നെ ക്ലോക്കൊന്നും ഫിറ്റ് ചെയ്തിട്ടില്ല, കാർപ്പറ്റ് വിരിച്ചിട്ടില്ല, സോഫ ഈ വാനിറ്റി ഇട്ട സൈഡിലാണ് സോഫ ഇടേണ്ടത് കേട്ടോ. സോഫ വന്നിട്ടില്ല, നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഒന്നുകിൽ നമ്മൾ വെക്കേഷന് നാട്ടിൽ പോകുന്നുണ്ട്, അപ്പോൾ അതിന് മുന്നേ കിട്ടൂല ചിലപ്പോൾ. കാര്യം ഇക്കാൻ്റെ ഒരു പരിചയത്തിലാണ് കൊടുത്തത്, ആൾ നാട്ടിലാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ നാട്ടിൽ പോകുന്നതിന് മുന്നേ കിട്ടും, ചിലപ്പോൾ കിട്ടൂല അങ്ങനെ. പിന്നെ അപ്പോൾ സോഫ ഇടണം. പിന്നെ വേറെന്തോ പറയാൻ വന്നതിനു ഞാൻ. അങ്ങനെ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ റൂം ടൂറൊന്നും ചെയ്യാത്ത. കാര്യം നമ്മളൊന്നും ക്ലീൻ ചെയ്ത് വെച്ച് എന്നല്ലാണ്ട് നമ്മളൊന്നും സെറ്റ് ചെയ്യൂലേ, അതൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എൻ്റെ 1-2 ചെടിയെല്ലാം പോയിന്, പിന്നെ ചിലതൊന്നും പോയിട്ടില്ല കേട്ടോ. അവർ മാറ്റുന്ന സമയത്ത് വേറൊന്നും ഒരു പ്രശ്നമില്ലേനു. പക്ഷേ ചില ചെടിൻ്റെ മണ്ണെല്ലാം ഇളകി ആകെ നാശമായിപ്പോയിനു അങ്ങനെ. പിന്നെ ഇല്ലേ, ഇതിപ്പോൾ ഞാൻ ട്രെൻഡോൾ ഓർഡർ ചെയ്ത ഫൗണ്ടേഷൻ ഇല്ലേ, മറ്റേ തുർക്കി ഫൗണ്ടേഷൻ. അത് തുർക്കി മെയ്ഡാണോ എനിക്കറിയില്ല, ഇത് തുർക്കിയിൽ നിന്നാണ് വന്നേ. പക്ഷെങ്കിൽ ഈ ട്വിറ്റർ ഫൗണ്ടേഷൻ്റെ ഒറിജിൻ എവിടെയാണെന്ന് നമുക്കറിയില്ല. കൊറിയാന്ന് തോന്നിട്ടാ, സോറി, തുർക്കിയല്ല. പക്ഷേ ഈ പ്രോഡക്റ്റ് തുർക്കിയിൽ നിന്നാണ് വന്നേ. പിന്നെ ഇത് ഭയങ്കര വൈറലായിട്ട് ഇപ്പോഴും വൈറലായിട്ട് പോകുന്നത് തന്നെയാണ്. എല്ലാവരും റിവ്യൂ ചെയ്തിട്ടുണ്ട്. ഞാൻ റിവ്യൂ ചെയ്യാൻ വേണ്ടി മാത്രം ഓർഡർ ആക്കിയാന്ന് കേട്ടോ. എനിക്കറിയാം ഞാനങ്ങനെ ഫൗണ്ടേഷനൊന്നും യൂസ് ചെയ്യുന്നതല്ല, പക്ഷെങ്കിൽ ഇത് നോക്കാൻ എങ്ങനെ ഉണ്ടാവും, ഇത് ഭയങ്കര അടിപൊളിയാണ്, ഭയങ്കര ഗ്ലോ ഉണ്ടാവും, അങ്ങനെ ഇങ്ങനെയെല്ലാം പറയുന്ന കേട്ടിന്. പക്ഷെങ്കിൽ ഞാനിത് ഓപ്പൺ ആക്കിയിട്ടില്ല ഇപ്പം ഇങ്ങനെ ഈ കാർട്ടൺ ഓപ്പൺ ആക്കിയല്ലാണ്ട് ഈ സംഭവം ഞാൻ അൺബോക്സ് ചെയ്തിട്ടില്ല, യൂസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. ഞാൻ വിചാരിച്ച് വീഡിയോൻ്റെ മുന്നിൽ തന്നെ ഒന്ന് യൂസ് ചെയ്തിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഇത് ഞാൻ 21N ഐവറിയാണ് ഷെയ്ഡ് ഓർഡർ ചെയ്ത. 23N സാൻഡലിലാണ് ഭയങ്കര ട്രെൻഡിങ്. 21N ഐവറിയും എല്ലാവരും നല്ലതാണെന്നെല്ലാം പറയുന്ന കേട്ടിന്. അപ്പോൾ സാൻഡിൽ യെല്ലോ ടോണ് കുറച്ച് കൂടുതലാണെന്ന് തോന്നിയോണ്ട് വീഡിയോയിലെല്ലാം എനിക്ക് അങ്ങനെ തോന്നി. അതുകൊണ്ടാണ് ഞാൻ 21N ഐവറി ഓർഡർ ആക്കിയത്. നോക്കാം ഇതെങ്ങനെയുണ്ടെന്ന്. ഇൻഷാ അല്ലാഹ് ഞാൻ ഷോർട്സിലോ അല്ലെങ്കിൽ
ഇൻസ്റ്റഗ്രാമിൽ ഞാൻ വീഡിയോ അപ്ലോഡാക്കും. വ്ളോഗിലും അപ്ലോഡാക്കാം എൻ്റെ ഷെയ്ഡ് തന്നെ ആണെങ്കിൽ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വാങ്ങാനുള്ള ലിങ്കെല്ലാം ഞാൻ തരാം കേട്ടോ. ഇപ്പം ഞാൻ ചെയ്തിട്ടില്ല. അപ്പം ഞാൻ അങ്ങനെ വീഡിയോൻ്റെ മുന്നിൽ തന്നെ കറക്റ്റ് റിവ്യൂ പറയാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തന്നെ എന്താ പറയുക ബോക്സിൽ തന്നെ ഇട്ട് വെച്ചാണ് കേട്ടോ. എന്താ ഓപ്പൺ ചെയ്തിട്ടില്ല, അതാ ഞാനൊന്ന് ഷെയ്ഡൊന്നും കാണിക്കാത്ത. ചില സാധനങ്ങൾ അങ്ങനെയാണ്, നമ്മൾക്ക് ആവശ്യമില്ലെങ്കിലും റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വാങ്ങേണ്ടി വരും. പിന്നെ ഈ റൂമിൽ ഒറ്റ ബാൽക്കണി ഇട്ടേ ഉള്ളൂ. അത് ഫ്രണ്ട് വ്യൂ തന്നെയാണ് വരുന്നത്, റോഡിൻ്റെ വ്യൂ തന്നെയാട്ടോ വരുന്നത്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് 1.5-2 മണിക്കൂറോളം എൻ്റെ പണി എന്തേലും എന്നറിയാം, കുറേ ഷൂവും ചെരുപ്പും എല്ലാം കഴുകാനുണ്ടേനു. അതെല്ലാം കഴുകി. ഇതിക്കാക്ക് ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് വാങ്ങിക്കൊടുത്ത ഒരു ഷൂവേനു കേട്ടോ. ഇതും ട്രെൻഡുകൾ തന്നെ വാങ്ങിയതേനു, ഓഫറുള്ള സമയത്ത് വാങ്ങിയതേനു. അത് ഞാൻ പ്രൊമോഷന് വേണ്ടി പറയുന്നതല്ല, ഞാൻ ഇക്കാനോടായാലും ഇടയ്ക്കിടയ്ക്ക് പറയും കേട്ടോ, ഞാൻ വാങ്ങിത്തന്ന ഷൂ അല്ലേന്ന്. ഞാൻ എന്ത് ഗിഫ്റ്റ് കൊടുത്താലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ പറയും. അന്നേരമൊക്കെ പറയും നീ വാങ്ങിത്തരണ്ടേനു എന്ന് പറയും. പക്ഷേ ഒരു സന്തോഷമല്ലേ നമ്മൾ വാങ്ങിക്കൊടുത്താലും. അപ്പോൾ ഇല്ലേ, ഞാൻ 1.5-2 മണിക്കൂറോളം ഇത് തന്നെയാണ് കേട്ടോ. എനിക്കൊന്ന് 2 മണിക്കൂറോളം ആയിരുന്നു. ഞാൻ ടൈം നോക്കിയിട്ടില്ല, വീഡിയോ ഷൂട്ട് ചെയ്തിട്ടില്ല. കുറേ ഷൂവും കുറേ ചെരുപ്പും കഴുകാനുണ്ടായിരുന്നു. ഇത് ഞാൻ ആദ്യം വിചാരിച്ച് 2-3 ദിവസമായിട്ട് കഴുകാമെന്ന്. പിന്നെയും ഒക്കെ ഇതും കൂടി അങ്ങ് കഴിഞ്ഞാൽ എനിക്ക് സമാധാനമായി. ഇതും കൂടിയേനും എനിക്ക് ചെയ്ത് തീർത്തിട്ടില്ലല്ലോ എന്ന് വിചാരിച്ച ഒരു പണി. കാര്യമില്ല, നമ്മളിങ്ങനെ കുറേ ആയി വെച്ചിട്ട് എനിക്ക് വേറെ പണീൻ്റെ അടുക്കൊന്നും ഞാൻ ചെരുപ്പൊന്നും ക്ലീൻ ആക്കിയിട്ടില്ല. അന്നേരം ഇത് വല്ലാത്തൊരു ലോഡായിപ്പോയി എല്ലാം ഒക്കെ കഴുകൽ. പക്ഷേ ഇതിങ്ങനെ കഴുകി കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോഴുള്ള സമാധാനമില്ലേ, അത് ഭയങ്കര രസമായിട്ടാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കും. ഇനിയിപ്പോൾ ഞാനില്ലേ കുറച്ച് സമയം അനങ്ങാണ്ടിരിക്കും, എനിക്ക് കുറച്ചിങ്ങനെ റിലാക്സ് ചെയ്തിരിക്കണം എന്ന് തോന്നുമ്പോൾ ഞാൻ യൂട്യൂബ് തന്നെയാട്ടോ കാണൽ. യൂട്യൂബിൽ എന്തെങ്കിലും ആരെങ്കിലും വ്ളോഗ് കാണും. മലയാളം വ്ളോഗൊന്നും ഞാൻ ആരെയെന്നൊന്നും പറയുന്നില്ല. അതല്ല, ഞങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള വേറെ വ്ളോഗ്സ് ഉണ്ട് കേട്ടോ, അത് ഞാൻ പറഞ്ഞുതരാം. പിന്നെ എൻ്റെ യൂട്യൂബിൻ്റെ ഫീഡിലില്ലേ, ഈ ടി വിയിലെ യൂട്യൂബിൻ്റെ ഫീഡിൽ തുറന്നാൽ ഇത് മാത്രമേ ഉണ്ടാവും കേട്ടോ. ആലുവിൻ്റെ കാർട്ടൂൺ തന്നെ അധികമില്ലേ. ആലു ഇപ്പം എന്താ പറയുക, കുട്ടികൾക്ക് നല്ലതല്ലാത്തൊരു ടൈപ്പ് കാർട്ടൂണാന്ന് തോന്നുന്നു കാണുന്നത്. അവക്കാഡോ കപ്പിള്, പിയർ കപ്പിള് എന്നെല്ലാം പറഞ്ഞിട്ടുള്ള കാർട്ടൂൺസ് ഉണ്ട്. അത് കുട്ടികൾക്ക് വേണ്ടിയുള്ളത് മാത്രമല്ല, അതിൽ അഡൾട്ട് കോണ്ടൻറ്റ് എല്ലാം ചിലപ്പോൾ ഇങ്ങനെ അവരെ കോൺവെർസേഷനിൽ ഇങ്ങനെ ഞാൻ കേൾക്കലുണ്ട്. അപ്പം ഞാനത് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. കാര്യമില്ലേ, കുട്ടികളുടെ സ്വഭാവം അല്ലെങ്കിൽ കുട്ടികളെ പെരുമാറ്റമില്ലേ, അവർ കാണുന്ന കാർട്ടൂണിന് ഭയങ്കര ഒരു എന്താ പറയുക സ്ഥാനമുണ്ട്, അല്ലെങ്കിൽ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. കാര്യം അത് ഭയങ്കരമായിട്ട് അവരെ എഫക്റ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ കുട്ടികൾ കാണുന്ന കാർട്ടൂൺ നമ്മൾ ശ്രദ്ധിക്കണം. അവർക്ക് നല്ല കാർട്ടൂൺസ് മാത്രമേ വെച്ച് കൊടുക്കാൻ പാടുള്ളൂ. ഈ പോ പെട്രോളെല്ലാം നല്ല കേട്ടോ, പെപ്പാപ്പിക്ക് പോ പെട്രോൾ ഇതെല്ലാം ഞാൻ ഇന്നൂനും ചെറുതിൽ തന്നെ വെച്ച് കൊടുക്കൽ. ഇതിലുള്ള ഇവർക്കില്ലേ ഡെയിലി ലൈഫിൽ വേണ്ടുന്ന കോൺവെർസേഷൻസ് അത് കൂടുതൽ യൂസ് ആക്കുക. അപ്പോൾ അതവരെ കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ആവാനും നല്ല യൂസ്ഫുൾ ആവും കേട്ടോ. I'm Ryder. What's your name, little guy? My name's Rubble. Sounds like you're a hungry pup, Rubble. പിന്നെ വേറൊന്നില്ലേ, പെപ്പാപ്പിക്കാണ്. പെപ്പാപ്പിക്കും ഇതേപോലെ നല്ല, പക്ഷെ പെപ്പാപ്പിക്കിൽ തന്നെ കുറേ വേരിയൻസ് ഉണ്ട്. ഇപ്പോൾ എന്താ പറയുക സ്കെയറി എന്നെല്ലാം പറഞ്ഞിട്ട് അതെല്ലാം അത്ര നല്ലതൊന്നുമല്ല. പെപ്പാപ്പിക്കിൻ്റെ നോർമൽ ഇല്ലേ, അത് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇത് ഇന്നുവിൻ്റെ ചെറുതിലെ ഫേവറേറ്റ് ആയിരുന്നു കേട്ടോ. എന്നിട്ട് ഇതിൽ ആദ്യം ഇന്നു മാത്രമുള്ള സമയത്ത് ഇന്ന് പറയും, ഇതിൽ ഒരച്ഛനും അമ്മയും 2 കുട്ടികളുള്ള. അപ്പോൾ ഇല്ലേ ഇന്നു പറയും ചെറുതിയിലെ ചെറിയ പിഗിൻ്റെ പേര് ജോർജ് എന്നാണ്. ഇന്നു എന്നോട് പറയുന്നു ഉമ്മ ഒരു ജോർജിനെ പ്രസവിക്കുമ്മ എന്നോട് ചെറുതിൽ പറയുന്നു കേട്ടോ. ഇത് കാണുമ്പോൾ എപ്പോഴും പറയും ആലുവിനെ പ്രസവിച്ചൊരാൾ ജോർജ് എന്നേനും പറയില്ല ആദ്യം. പക്ഷേ ഇതെനിക്ക് ഇന്നുവിൻ്റെ ആ ചെറിയ സമയത്തെ ആ മെമ്മറീസ് ഇല്ലേ, ഈ കാർട്ടൂൺ കാണുമ്പോൾ എനിക്ക് എപ്പോഴും ഓർമ്മ വരും കേട്ടോ. ഇത് ഞാൻ ആലുവിനിപ്പം വെച്ച് കൊടുക്കലുണ്ട്. ഇതും നല്ലതാണ്. ഞാനിപ്പോൾ ഇതെല്ലാം പറയുന്നത് എന്തിനാണെന്നറിയാം, ന്യൂ ബോൺ മോംസ് ഉണ്ടാവില്ലേ, എന്താ പറയുക നമ്മളൊരു കുട്ടീനെ പ്രസവിക്കുമ്പം ഒരമ്മയും ജനിക്കുന്നതെന്ന് പറയില്ലേ, അതേപോലെ ന്യൂ ബോൺ ആയിട്ടുള്ള മോംസിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. എൻ്റെ വ്ളോഗ് കാണുന്ന കുറേ ആളുണ്ട് അങ്ങനെ. അപ്പോൾ അവർക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം പറയുന്നത്. ചിലർക്ക് ഇതെല്ലാം അറിയുന്നുണ്ടാവും, പക്ഷെ അറിയാത്തവരുണ്ടാവുമല്ലോ. പിന്നെ കുറച്ച് വലിയ ഇന്നൂനെല്ലാം പോലെയുള്ള കുട്ടികൾക്കില്ലേ കാണിച്ചു കൊടുക്കാൻ പറ്റിയ അല്ലെങ്കിൽ പറയാൻ പറ്റിയ ഒരു ചാനലാണ് അനസാല ഫാമിലി. അനസാല ഫാമിലി മെയിൻ ഇവർ അമേരിക്കൻ ആക്സെൻ്റ് ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ
അവർക്ക് ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാനും സ്കൂളിലെല്ലാം പോയിട്ടും ഇംഗ്ലീഷ് ഒന്നും സെറ്റായിട്ടില്ലെങ്കിൽ അങ്ങനത്തെ കുട്ടികൾക്ക് ഈ കാർട്ടൂൺ അവർക്ക് ഇഷ്ടാവുകയും ചെയ്യും. ഇവരെ കോണ്ടൻ്റ് എല്ലാം നല്ല തന്നെയാണ്. പറഞ്ഞ പോലെ അഡൾട്ട് ആയിട്ടുള്ള ഒരു കോണ്ടൻറ്റും അവരെ ചാനലിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. മാത്രമല്ല നല്ല ഇൻട്രസ്റ്റിങ്ങുമാണ്. അവരെ ആക്സൻറ്റും ഭയങ്കര അടിപൊളിയാണ്. അപ്പോൾ അത് കാണാൻ പറഞ്ഞാൽ മതി. ഇഷ്ടമാവുമെന്നൊന്നും അറിയില്ല, പക്ഷെ ഇഷ്ടമാവും എല്ലാ കുട്ടികൾക്കും. ഇവരെനിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാനും ഇവരെ വ്ളോഗ്സ് കാണലുണ്ട്. ക്യൂട്ടായിട്ടുള്ളൊരു ഫാമിലിയാണ്. ഇവർ ചാനലിൻ്റെ നെയിം അനസാല ഫാമിലി എന്നാണ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ട്, ഞാൻ ഷെയർ ആക്കുന്ന യൂസ്ഫുൾ ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ആക്കണേ. അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാനില്ലേ കുറച്ച് സൺഫ്ലവർ സീഡെല്ലാം തിന്നിട്ട് അങ്ങനെ ഇരുന്ന് പിന്നെ എൻ്റെ വാർഡ്രോബെല്ലാം ഞാൻ സെറ്റ് ചെയ്തിന് കേട്ടോ. ഇതും പിന്നെ മറ്റേ റൂമിലേതും എല്ലാം ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് അൽഹംദുലില്ലാ ഇതെല്ലാം കഴിഞ്ഞേരം തന്നെ ഭയങ്കര സമാധാനമായിന്. പിന്നെ വേറെ കുറച്ച് സംഭവങ്ങളെല്ലാം കൂടി ഉണ്ട്. നമ്മൾ കുറേ സാധനങ്ങൾ ഫിറ്റിങ്സും അതും ഇതെല്ലാം ബാക്കിയുണ്ട്. പിന്നെ ഇതൊന്നും വേഗം ആവില്ല എന്നൊക്കെ അറിയാം, പക്ഷെങ്കിൽ കഴിയാണ്ടിരിക്കുമ്പം ഒരു എന്തെല്ലോ പോലെ ഒരു ബേജാറുണ്ട്. പിന്നെ വേറൊരു മെയിൻ കാര്യം, നമ്മൾ നാട്ടിൽ വെക്കേഷന് പോകുന്നുണ്ട്. അപ്പോൾ എല്ലാം ഇപ്പോൾ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ എന്തായാലും പോയി വന്നിട്ട് സെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കും നമ്മൾ. പിന്നെ ഈ ഫിൽറ്റർ നമ്മൾ വരുന്നതിന് മുന്നേ മാറ്റിയതേനുവേ. വരുന്നതിന് ഒരു 2 മാസം മുന്നേ, ഈ റൂം ഷിഫ്റ്റ് ആകുന്നതിന് മുന്നേ 2 മാസം മുന്നേ മാറ്റിന്. 6 മാസമെല്ലാം ഉണ്ടാവും ഇതിൻ്റെ ഒരു വാലിഡിറ്റി എന്ന് പറയാൻ. എന്താ പറയുക, 6 മാസമെല്ലാം കൊണ്ട് മാറ്റിയാൽ മതിയാവും. പക്ഷേ ഇത് നോക്കിയാൽ 2 മാസം കൊണ്ട് തന്നെ ഇത്രയും വേസ്റ്റ് ഉണ്ട്. നിങ്ങൾ ഇതുവരെ ഇല്ലേ ഫിൽറ്റർ യൂസ് ആക്കാത്തവരാണെങ്കിൽ യൂസ് ചെയ്യണം. ഇത് നമ്മൾ കുടിക്കാൻ വേണ്ടിയല്ല കേട്ടോ യൂസ് ചെയ്യുന്നത്. കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്പ്രിംഗ് വാട്ടറാണ് വാങ്ങൽ. അതല്ലാണ്ട് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫിൽറ്ററിലെ വെള്ളം എടുക്കൽ. പിന്നെ പ്ലേറ്റെല്ലാം കഴുകാനെല്ലാം മാത്രമേ നോർമൽ ടാപ്പിലെ വാട്ടർ എടുക്കലുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതുവരെ കുക്കിങ്ങിന് വേണ്ടിയിട്ട് ഫുഡെല്ലാം ആക്കാൻ വേണ്ടിയിട്ട് പൈപ്പിലെ വെള്ളമാണ് എടുക്കൽ എന്നുണ്ടെങ്കിൽ അതെന്തായാലും നിങ്ങൾ ചേഞ്ച് ആക്കണം കേട്ടോ. GCCയിലെല്ലാം ഉള്ളവരോടാണ് ഞാൻ പറയുന്നത്. അത് നമ്മളെ ഹെൽത്തിനെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്നതാണ് പറയുന്നത് നിൽക്കുന്നത്. കിഡ്നി സ്റ്റോണെല്ലാം ഉണ്ടാവും എന്നെല്ലാം പണ്ട് നമ്മളോട് ഒരു ഡോക്ടർ പറഞ്ഞിരുന്നു. അതിന് ശേഷമാണ് നമ്മൾ ഫിൽറ്റർ യൂസ് ആക്കാൻ തുടങ്ങി കേട്ടോ. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പണ്ടൊരു വ്ളോഗിൽ ഇത് പറയുകയും ചെയ്തിന്. അപ്പോൾ ഇത് ഒന്നുമില്ല, നമുക്ക് തന്നെ ചേഞ്ച് ചെയ്യുക. 4 മാസം 6 മാസം നമ്മൾ അതിൽ യൂസ് ആക്കുന്ന ആ ഫിൽറ്ററിൻ്റെ എക്സ്പയറി ഡേറ്റ് അതിൽ തന്നെ ഉണ്ടാവും. എത്ര മാസം യൂസ് ചെയ്യാന്നുള്ള അതിൽ തന്നെ ഉണ്ടാവും. അതനുസരിച്ചൊന്ന് ഓർമ്മിച്ച് വെച്ചിട്ടൊന്ന് മാറ്റി കൊടുത്താൽ മാത്രം മതി കേട്ടോ. പിന്നെ കുടിക്കാനും മാത്രമുള്ള ഫിൽറ്ററിങ് വേറെയുണ്ട്, പക്ഷെങ്കിൽ അത് നിങ്ങൾ നോക്കിയിട്ട് വെച്ചാൽ മതി. നമ്മളിപ്പോൾ കുക്ക് ചെയ്യാനായതുകൊണ്ട് ഈ ഒരു ടൈപ്പിലുള്ള താട്ട വെച്ചിന്. ഇതിൻ്റെ ഭയങ്കരമായിട്ടുള്ള ഡീറ്റെയിൽസൊന്നും നമുക്ക് അറിയില്ല. എന്തായാലും നിങ്ങൾ യൂസ് ചെയ്യണം, അതെനിക്ക് പറയാനുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെയല്ലേനു പോയിന്. പിന്നെ ഇതിപ്പോൾ ഇതാ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ രാത്രിയായി. കിച്ചണിൽ കുറച്ചൊന്നും ഒരുക്കാൻ ബാക്കിയുണ്ടേനു. പിന്നെ ഇല്ലേ നാട്ടിലോട്ട് പോകുന്നുണ്ട്. നാട്ടിൽ പോയാൽ എന്തായാലും 2 മാസമുണ്ട്. പോയി വരുമ്പോഴത്തേക്കും എല്ലാം എന്തായാലും പൊടിയെല്ലാം പിടിക്കും. അതുകൊണ്ട് ഞാൻ ഭയങ്കരമായിട്ട് അങ്ങനെയൊന്നും ഒരുക്കി വെച്ചിട്ടൊന്നുമില്ല. എന്നാലും വെക്കേണ്ട സാധനങ്ങളെല്ലാം വെക്കേണ്ട സ്ഥലത്ത് വെച്ചു, അത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ റൂം നമ്മൾ ഡെക്കോറെല്ലാം ചെയ്യില്ലേ, അങ്ങനത്തെ ഒന്നും ചെയ്തിട്ടുമില്ല. കാര്യം എന്തായാലും തിരക്കിട്ട് ചെയ്യണ്ട, പോയി വന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ വാൾ ഡെക്കോർ ഐറ്റംസ് ഫിക്സ് ആക്കലോ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ചെയ്തിട്ടുമില്ല കേട്ടോ. പിന്നെ ഈ കുക്കർ ഞാൻ യൂസ് ചെയ്ത് നോക്കണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്ത് വെച്ചേനു. ഇന്ന് എന്തായാലും നടന്നിട്ടില്ല. ഇനിയിപ്പോൾ നാളെ എന്തെങ്കിലും ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് വേണം എനിക്ക് റിവ്യൂ ചെയ്യാൻ. എൻ്റെ കുക്കർ വാങ്ങിയിട്ട് ഞാൻ ഇൻസ്റ്റയിലൊന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല. പിന്നെ ഇതെല്ലാം കിച്ചൻ്റെ ഓരോരോ കബോർഡ്സ് ഇങ്ങനെ ഒരുക്കി വെക്കല. ഇനിയിപ്പോൾ നാട്ടിൽ പോകാനാവുന്നതുകൊണ്ട് റീസ്റ്റോക്ക് ചെയ്യുന്നൊന്നുമില്ല. ഞാൻ പുതിയ കണ്ടെയ്നേഴ്സ് വാങ്ങിനേനു. ഞാൻ വിചാരിച്ച് എന്തായാലും റീസ്റ്റോക്കൊന്നും സാധനങ്ങൾ തീർന്ന് അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ നാട്ടിൽ പോയി വന്നിട്ടും അതെല്ലാം സെറ്റാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതും എല്ലാം ഇങ്ങനെ തന്നെ ജസ്റ്റ് വെച്ചിട്ട് കേട്ടുള്ളൂ. പിന്നെ കുറച്ച് ഡ്രസ്സ് ഉണ്ടേനു. ഇത് കൂടുതലും ഇക്കാൻ്റെ ഡ്രസ്സാണ് കേട്ടോ. ഇതിലേക്ക് നമ്മൾ ഡൊണേറ്റ് ചെയ്യില്ലേ, അങ്ങനെ ഇടാനുണ്ടേനു. യൂസ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ടൈപ്പ് ഡ്രസ്സുകൾ, മോശമാവാത്ത ടൈപ്പ് കുറച്ച് ഡ്രസ്സുകളുണ്ടേനു. അങ്ങനത്തെ എല്ലാം കൊണ്ടുപോയിട്ട് പിന്നെ നമ്മളെ കുറച്ച് സ്വെറ്റേഴ്സെല്ലാം ഇല്ലേ, അങ്ങനത്തെ സംഭവങ്ങളല്ലേ നോട്ടെ ഇത് അതിൽ കൊണ്ടുപോയിട്ട് പിന്നെ ഇൻഷാ അല്ലാഹ് ഇപ്രാവശ്യം ഞാൻ എൻ്റെ കുറച്ച് നല്ല ഡ്രസ്സസ് എല്ലാം ഇല്ലേ, യൂസ് ചെയ്യാൻ പറ്റുന്ന ഡ്രസ്സസ് എല്ലാം നാട്ടിലോട്ട് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. എന്നോട് ഡ്രസ്സിന് ചോദിക്കുന്ന കുറേ ആൾക്ക് ഞാൻ എന്തായാലും സെൻഡ് ചെയ്ത് തരാം. പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പിന്നെ പറയാം കേട്ടോ. വേറെ
ഇതില്ലേ എൻ്റെ പഴയ റൂമിലെ ക്ലിപ്പേനു കേട്ടോ. ഈ റൂമിൻ്റെ ലാസ്റ്റത്തെ അവസ്ഥ എന്താണെന്ന് ഞാൻ കാണിച്ചിട്ടില്ലല്ലോ. നമ്മളെ പഴയ റൂമിൻ്റെ ഇതേനു നമ്മളെ സാധനങ്ങളെല്ലാം അവിടെ നിന്ന് എടുത്തേരം ഉള്ള അവസ്ഥ. നമുക്ക് റൂം കിട്ടുമ്പോൾ എങ്ങനെ ഉണ്ടായിനോ അങ്ങനെ തന്നെയാണ് ഉണ്ടായിന്. ഞാൻ ലാസ്റ്റ് വ്ളോഗിൽ ഇത് കാണിക്കാൻ മറന്നുപോയി. നമ്മളെല്ലാ ഐറ്റംസും അവിടെ നിന്ന് എടുത്തേന്. എല്ലാം എന്ന് പറഞ്ഞാൽ അവളെല്ലാം എടുക്കുമല്ലോ അങ്ങനെ വരുമ്പോൾ. നമുക്ക് ഈ റൂം കിട്ടുമ്പോൾ എങ്ങനെയാണോ ഉണ്ടായിന് അതേപോലെ തന്നെയാണ് നമ്മൾ തിരിച്ചും കൊടുത്തത്. പിന്നെ എന്താ പറയുക, ഇത് നമ്മളെ ബെഡ്റൂമേനു. പിന്നെ AC എല്ലാം നമ്മൾ കൊണ്ടുപോകും. AC കൊണ്ടുപോകുന്നതിന് മുന്നേ ഉള്ള വീഡിയോ കേട്ടോ ഇത്. ഈ വ്യൂ മിസ് ചെയ്യുമെന്ന് ആരെല്ലാം 1-2 കമൻറ്റ് ചെയ്തിട്ടുണ്ടാണ്. അങ്ങനെ പിന്നെ കിച്ചണിൽ നമ്മൾ ഫിക്സ് ചെയ്ത കബോർഡാണ് നമ്മൾ എടുത്തത്. ആ ഒരു സ്പേസ് അവിടെ കാണുന്നത്. പിന്നെ ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം എടുത്ത് ആ സമയത്ത് ഞാൻ എന്തെല്ലോ പറഞ്ഞിട്ടെടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത്. പക്ഷെ കുറച്ച് ദിവസം ആയതുകൊണ്ട് എനിക്ക് എന്നെ ഓർമ്മയില്ല. എനിക്ക് കിച്ചണെല്ലാം എടുത്ത് വെക്കുമ്പോൾ ചെറിയൊരു മിസ്സിങ് ഫീൽ ഉണ്ടേനു. പക്ഷേങ്കിൽ എനിക്ക് ഈ റൂമിനോട് ഭയങ്കരമായിട്ടൊരു അറ്റാച്ച്മെൻ്റ് ഒന്നും ഇല്ല. കാര്യം ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ എപ്പം മാറണം അങ്ങനെ വിചാരിക്കുന്നതുകൊണ്ട് ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ടും അങ്ങനെ വലിയ അറ്റാച്ച്മെൻ്റ് ഒന്നും ഇല്ല കേട്ടോ. വരുമ്പോൾ സങ്കടമൊന്നും ഇല്ലേനു. അപ്പോൾ അന്നത്തെ ദിവസം അങ്ങനെയെല്ലാം പോയി. ഇനിയിപ്പോൾ നമ്മൾ അതിൻ്റെ പിറ്റേ ദിവസം ഒരു ഷോപ്പിങ്ങിനെല്ലാം പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് ക്ലിപ്സും കൂടി ഞാൻ കാണിച്ചു തരാം. ആദ്യം ഇത് നമ്മൾ സൊഹാറിൽ വന്നതാണ്. നമ്മൾക്കിനിയിപ്പം നാട്ടിലേക്ക് വേണ്ടുന്ന കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങാനുള്ള ടൈമായി. എപ്പോൾ പോകുന്നതെന്നെല്ലാം ഞാൻ നെക്സ്റ്റ് വ്ളോഗിൽ പറഞ്ഞുതരാം കേട്ടോ. ഈ വെക്കേഷന് നാട്ടിലോട്ടില്ലേന്ന് കുറച്ചാൾ കമൻസിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെന്തായാലും പോകുന്നുണ്ട്. ജൂൺ ജൂലൈ നാട്ടിലുണ്ടാവും ഇൻഷാ അല്ലാ. ജൂൺ ജൂലൈ അല്ല, ഈ മാസം ലാസ്റ്റോട്ട് തന്നെ പോകുന്നുണ്ട്. പിന്നെ അങ്ങനെ അപ്പോൾ അതിൻ്റെ ഷോപ്പിംഗ് ഒന്നുമല്ല കേട്ടോ ഇത് നമുക്കൊരു ബർത്ത്ഡേ ഉണ്ടായിരുന്നു. അതിനുള്ള ഒരു ഡ്രസ്സും ചെറിയൊരു ബാഗും അങ്ങനെയെല്ലാം വാങ്ങി. ഇത് ഞാൻ കുറച്ച് ദിവസം മുന്നേ എടുത്ത വീഡിയോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ലേ. പിന്നെ ഇത് ആ ഷോപ്പിൽ പോയ സമയത്ത് അവിടെ ചെറിയ ഡയലുള്ള വാച്ചില്ലേ, അത് കുറച്ച് കണ്ടിട്ടാ. ഇനി ചെറിയ റേറ്റ് ഉള്ളൂ, $1 എങ്ങാനേ ഉള്ളൂ. അപ്പം ഞാൻ 2-3 വാങ്ങിനേനു. നാട്ടിലോട്ടും കൊണ്ടുപോകാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിനേനു. പിന്നെ നമുക്ക് ട്രോളി ബാഗ് ഇല്ല എന്നല്ല, ഉള്ളതിൻ്റെ സിബെല്ലാം പോയതല്ലേനു കേട്ടോ. അവിടെ പിന്നെ ഓഫർ ഉണ്ടായിരുന്നു. അങ്ങനെ അത് നോക്കിയിട്ട് 1-2 വാങ്ങിന്. നമുക്ക് എന്തായാലും ആവശ്യമുണ്ട്. അങ്ങനെ ഒന്ന് ചെറുതും ഒന്ന് വലുതും അങ്ങനെ വാങ്ങി. പിന്നെ എന്തേനു ഞാൻ പറയാൻ വിചാരിച്ച്, ഞാൻ എന്നോട് കുറേ പേര് എക്സാമിൻ്റെ ഡീറ്റെയിൽസും പഠിച്ച കോഴ്സിൻ്റെ ഡീറ്റെയിലും എല്ലാം ചോദിക്കുന്നുണ്ടായിരുന്നു. ഇൻസ്റ്റഗ്രാമിലാട്ടോ കൂടുതൽ ആളും വന്ന് ചോദിക്കുക. ഞാൻ കാണുന്നതിന് എനിക്ക് സമയമുള്ളതിനെല്ലാം ഞാൻ റിപ്ലൈ ചെയ്തേന്. എക്സാമിന് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, എങ്ങനെയാണ് സമയം കണ്ടെത്തുന്നത്, അങ്ങനെയെല്ലാം ചോദിച്ചിരുന്നു. അതെല്ലാം ഒരു അവസ്ഥയാണെന്ന് ഇന്നലെ ഞാൻ പറഞ്ഞുതരാം. ഇൻഷാ അല്ലാ നെക്സ്റ്റ് വ്ളോഗിലായാലും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. പിന്നെ ഇതില്ലേ, ഞാനും ഇക്കയില്ലേ ഇപ്പോൾ ഭയങ്കര ഈ ബിസ്ക്കറ്റിനെല്ലാം അഡിക്റ്റഡ് ആയിട്ടുണ്ട്. നമ്മൾ അങ്ങനെ കൂടുതൽ ബിസ്ക്കറ്റൊന്നും തിന്നുന്ന ആളല്ലേനു. പക്ഷേങ്കിൽ ഇതിലിപ്പം ഞാൻ എടുക്കുന്നതിൽ കൂടുതലും നമ്മൾ കുട്ടിയൊക്കെല്ലാം അങ്കും ഇക്കാക്കും ഇഷ്ടപ്പെട്ട സാധനങ്ങളാട്ടോ എടുക്കുന്നത്. നമ്മളിപ്പോൾ ക്രീം ബിസ്ക്കറ്റില്ലാന്ന് കൂടുതൽ തിന്നൽ, എന്താണെന്ന് അറിയില്ല. കുറേ മധുരം തിന്നുന്നുണ്ട്, ഇപ്പോൾ കുറയ്ക്കണം. പിന്നെ അങ്ങനെ പിന്നെ വേറെ എന്താ, പിന്നെ ഞാൻ എന്തെല്ലോ വീട്ടിലേക്കുള്ള കുറച്ച് ഗ്രോസറി ഐറ്റംസ് എല്ലാം വാങ്ങില്ല. ഞാൻ ഈ വീഡിയോസ് അപ്ലോഡ് ആക്കായിട്ട് മാഷാ അല്ലാ എത്ര ആളാണെന്നറിയാൻ എന്നെ അന്വേഷിച്ച് ഇൻസ്റ്റയിലായാലും ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് തന്നെ യൂട്യൂബിൽ പഴയ വീഡിയോയിലെല്ലാം പോയിട്ട് കമൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിലെല്ലാം ഇപ്പോൾ വീഡിയോ ഇടാത്തതെന്നെല്ലാം ചോദിച്ചിട്ട് മാഷാ അല്ലാ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഇങ്ങനെ ചോദിക്കുന്നില്ലേ. പക്ഷെ ഞാൻ വിചാരിക്കില്ലേനു എപ്പോഴെങ്കിലും നമുക്കിങ്ങനെ നിർത്തണം എന്ന് തോന്നുമല്ലോ, മതി വീഡിയോസ് ഇനി പോസ്റ്റ് ചെയ്യുന്നില്ല അങ്ങനെയെല്ലാം തോന്നുമ്പം നിങ്ങളെന്നെ മിസ് ചെയ്യൂലേ. ഞാൻ എന്തായാലും നിങ്ങളെ മിസ് ചെയ്യും. നമുക്ക് കുറച്ച് ദിവസമായിട്ട് ഇടാത്തതുകൊണ്ട് എന്താ പറയുക ഭയങ്കര ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നുണ്ടേനു. അങ്ങനെ മിസ് ചെയ്യൂലേ എന്ന് വിചാരിക്കുക. ചിലരില്ലേ വ്ളോഗെല്ലാം ചെയ്യുമ്പോൾ പെട്ടെന്ന് നിർത്തി സ്റ്റോപ്പ് ചെയ്യുന്നതെന്നെല്ലാം പറഞ്ഞിട്ട് പോകുന്നത്. അങ്ങനെ ഞാനൊരു ദിവസം സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളെന്തായാലും എന്നെ മിസ് ചെയ്യുന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായിന്. എന്തായാലും താങ്ക് യു സോ മച്ച്. നമ്മളിങ്ങനെ ആരെങ്കിലും സ്നേഹിക്കപ്പെടുമ്പോൾ നമ്മൾ ഭയങ്കര ബ്ലെസ്ഡ് അല്ലേ. അൽഹംദുലില്ലാ. നിങ്ങൾ എന്നെയാണ് എൻ്റെ വ്ളോഗ്സാണ് ഇഷ്ടപ്പെടുന്നതെന്ന് എനിക്കറിയാം. എന്നെ പേഴ്സണലി അറിയൂല, വ്ളോഗ്സിലൂടെ കണ്ടിട്ട് മാത്രമേ അറിയൂ. എന്നാലും അങ്ങനെ കണ്ടിട്ടും ഇങ്ങനെ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഭയങ്കര ഹാപ്പി ട്ടാ. താങ്ക് യു സോ മച്ച്. എന്താ പറയുക ഭയങ്കര ഇഷ്ടമുള്ള കാണാൻ ഇഷ്ടമുള്ള കുറച്ച് ദിവസം വീഡിയോസ് ഇട്ടിട്ടില്ലെങ്കിൽ അന്വേഷിക്കുന്ന ഫോളോവേഴ്സ് എനിക്ക് ഉള്ളതുകൊണ്ട് ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആണെന്ന് എനിക്ക് തോന്നലുണ്ട്. പിന്നെ ഇല്ലേ
ഞാൻ പറഞ്ഞില്ലേ ഡ്രസ്സ് ഇൻഷാല്ല നാട്ടിലോട്ട് കൊണ്ടുവരാമെന്ന്. നമ്മൾ നാട്ടിലേക്ക് വരുമ്പോൾ ഞാൻ കുറച്ച് സ്ഥലം അതിനായിട്ട് കുറച്ച് വെയിറ്റ് അതിലേക്കായിട്ട് മാറ്റി വെച്ചിട്ട് ഇൻഷാല്ല എൻ്റെ കുറച്ച് നല്ല ടൈപ്പ് ഡ്രസ്സസ് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഞാൻ യൂസ് ചെയ്ത് തന്നെ ആയിരിക്കും കേട്ടോ. അതാ കുഴപ്പമില്ല എന്നറിയാം. കാര്യം അങ്ങനെ ചോദിക്കലുണ്ട്, ഇത്ത യൂസ് ചെയ്തതായാലും അയച്ചു തരുമോ ചോദിക്കുന്നവർക്ക് വേണ്ടി ഞാൻ ഇൻഷാല്ല അങ്ങനെ എന്നോട് കുറേ പേര് ചോദിക്കുന്നുണ്ട്. ചോദിച്ചവർക്ക് എല്ലാവർക്കും അങ്ങനെ കൊടുക്കാനൊന്നും പറ്റൂലെങ്കിലും പറ്റുന്ന പോലെ ഒരു 10-25 ഡ്രസ്സ് ഇൻഷാല്ല പറ്റുന്ന പോലെ ഞാൻ കൊണ്ടുവരാം. മാത്രമല്ല പുതിയ ഡ്രസ്സ് ഞാൻ എന്നോട് കുറേ പേര് ഇൻസ്റ്റാഗ്രാം ഈ ഡ്രസ്സിൻ്റെ പേജിലുള്ളവർ കൊളാബ് ചെയ്യുമോ നമുക്ക് ഗിവ് അവേ ചെയ്യാമെന്നെല്ലാം പറയലുണ്ട്. അവരുമായിട്ട് ഗിവ് അവേ ചെയ്തിട്ട് അങ്ങനെ ഞാൻ ഗിഫ്റ്റായിട്ട് തരാട്ടോ. ഇപ്രാവശ്യം നാട്ടിൽ വന്നാൽ എന്താ പറയുക, നിങ്ങളും കമൻസിൽ കാണുന്നുണ്ടാവും ഡ്രസ്സിനെല്ലാം ചോദിക്കുന്ന എന്നോട്. അതുകൊണ്ട് ഞാൻ എന്തായാലും ഇപ്രാവശ്യം അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ വിചാരിക്കും കൊണ്ടുവരണമെന്ന്. പക്ഷേ നാട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് എന്തായാലും ലഗേജ് ഫുള്ളാവില്ലേ, എന്തായാലും അതിനുള്ള സ്പേസ് കിട്ടുന്നില്ല. പക്ഷേ ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചിന് എന്തായാലും അതിനായിട്ട് കുറച്ച് വെയിറ്റ് ഞാൻ മാറ്റി വെക്കും എന്ന് വിചാരിച്ചിന്. ഇൻഷാല്ല എന്ന് പറയാം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് അത്രയെല്ലാം തന്നെ ഉള്ളൂ കേട്ടോ. ഇൻഷാല്ല ഇനിയും പുതിയ പുതിയ റെസിപ്പീസും വ്ളോഗ്സിലായിട്ട് ഇനി ഇത്രയും ലേറ്റ് ആവില്ല എന്ന് വിചാരിക്കാം. ഞാൻ വേഗം വരാം. താങ്ക് യു. ബൈ.